ഹായ്, നമുക്കിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. X and Y are partners sharing profit and loss in the ratio of 7:3. Their fixed capital as at 1st April 2023 stood at X 5 lakh and Y 4 lakh. Partners are allowed interest on capital at 5% per annum. Drawings of X and Y during the year ended 31st March 2024 were 72,000 and 50,000 respectively. Profit for the year before allowing interest on capital and salary to Y at the rate 5,000 per month was rupees 8 lakh. 10% of divisible profit is to be set aside to general reserve. Prepare profit and loss appropriation account. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആദ്യം കാണുമ്പോൾ തന്നെ അത് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്താ ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. ഉടനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഫോർമാറ്റ് വരയ്ക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഫസ്റ്റ് തന്നെ ക്രെഡിറ്റ് സൈഡ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, നമുക്ക് എഴുതാം ബൈ നെറ്റ് പ്രോഫിറ്റ്. എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. നെറ്റ് പ്രോഫിറ്റിനെ കുറിച്ചിട്ട് എവിടെയാ പറയണേ? ഈ ഒരു സെന്റൻസ് ആണ് പ്രോഫിറ്റിനെ കുറിച്ച് പറയുന്നത്. പ്രോഫിറ്റ് ഫോർ ദ ഇയർ before allowing interest on capital and the salary was rupees 8 lakh. അപ്പൊ പ്രോഫിറ്റ് ഇവിടെ എത്രയാണ്? 8 lakh ആണ്. അപ്പൊ പ്രോഫിറ്റ് 8 lakh ആണെന്ന് പറയുന്നുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രോഫിറ്റ് ബിഫോർ അലൗവിങ് കുറച്ച് ഐറ്റംസ് പറയും, ആഫ്റ്റർ എന്നും പറയും. അപ്പൊ ബിഫോർ ആണ് നമുക്ക് വേണ്ടത്. എന്തൊക്കെയാണ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷനിൽ വരുന്ന ഐറ്റത്തിന്റെ ഒക്കെ ബിഫോർ പ്രോഫിറ്റ് ആണ് നമുക്ക് വേണ്ടത്. പി ആൻഡ് എൽ അപ്രോപ്രിയേഷനിൽ വരുന്ന ഐറ്റം എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്ണർ സാലറി, പാർട്ട്ണർ കമ്മീഷൻ, ട്രാൻസ്ഫർ ടു റിസർവ്. ഈ 5 ഐറ്റത്തിന്റെ 5 അക്കൗണ്ട്സിന്റെയും ബിഫോർ പ്രോഫിറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ബിഫോർ തന്നെയാണ് തന്നേക്കണം, അതുകൊണ്ട് നമ്മൾ 8 lakh എഴുതി. നെക്സ്റ്റ്, പി ആൻഡ് എൽ അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ആണ്. ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്ങിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നില്ല, ഡ്രോയിങ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഡ്രോയിങ് നമുക്ക് ഈ ഫോർമാറ്റിൽ ആവശ്യമില്ല, അതുകൊണ്ട് അതിന് വേണ്ട ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് ക്രെഡിറ്റ് സൈഡ് കംപ്ലീറ്റ് ആയി. ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതേണ്ടത് പാർട്ട്ണർ സാലറി. ആദ്യത്തെ ഐറ്റം നമുക്ക് നോക്കാം. സാലറി ഇവിടെ ആർക്കാണ് പറയുന്നത്? വൈക്കാണ് സാലറി പറയുന്നത്. 5,000 പെർ മന്ത് ആണ്. നമുക്ക് 1 ഇയറിന്റെ ആണ് വേണ്ടത്. അപ്പൊ 1 ഇയറിന്റെ നമ്മൾ ചെയ്യുമ്പോൾ 5,000 ഇൻറ്റു നമ്മൾ ചെയ്യേണ്ടത് 5,000 ഇൻറ്റു 12 ആണ്. 5,000 ഇൻറ്റു 12 ചെയ്യുമ്പോൾ 60,000 ആണ് വൈയുടെ സാലറി ആയിട്ട് മാറുന്നത്. അപ്പൊ നമുക്ക് അത് എഴുതാം. ടു വൈസ് സാലറി 5,000 into 12, 60,000. സാലറി കഴിഞ്ഞ അടുത്തത് കമ്മീഷൻ ആണ്, പാർട്ട്ണർ കമ്മീഷൻ. ക്വസ്റ്റ്യനിൽ പാർട്ട്ണർ കമ്മീഷനെ കുറിച്ചിട്ട് ഒന്നും മെൻഷൻ ചെയ്യണില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇവിടെ പറയുന്നത് 5% പെർ ആനം എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എന്നിട്ട് അത് ആർക്കൊക്കെയാണ്? എക്സും വൈയും. എക്സിന് എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് നമ്മൾ നോർമലി എഴുതുന്നത്. പക്ഷെ ഇവിടെ ഒരു ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഫിക്സഡ് മെത്തേഡിലായതുകൊണ്ട് എക്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന് പകരം ഫിക്സഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് അക്കൗണ്ട് എന്ന് എഴുതാം. അതുപോലെ തന്നെ വൈക്ക് നമ്മൾ എന്ത് എഴുതാം? കറണ്ട് അക്കൗണ്ട് എന്ന് എഴുതാം. എന്നിട്ട് എമൗണ്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. 5 lakhന്റെ 5% 25,000.
4 lakhന്റെ 5% 20,000. ടോട്ടൽ ചെയ്ത് 45 ഔട്ടറിലോട്ട് എഴുതാം. നെക്സ്റ്റ് പറയുന്നത് അടുത്ത ഐറ്റം എന്തോന്നാ? ട്രാൻസ്ഫർ ടു റിസർവ്. ഇവിടെ റിസർവിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഉണ്ട്. 10% ഓഫ് ഡിവിസിബിൾ പ്രോഫിറ്റ്. ഈ ഡിവിസിബിൾ പ്രോഫിറ്റിന് അവിടെ വലിയൊരു മീനിങ് ഉണ്ട്. ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതേണ്ട ബാക്കിയുള്ള എല്ലാ ഐറ്റവും എഴുതിയിട്ട് അത് ബാലൻസ് ചെയ്യണം. എങ്ങനെയാ ബാലൻസ് ചെയ്യണം? ഇവിടെ 8 lakh ആണ്. ഈ 8 lakhൽ നിന്ന് ഇവിടുത്തെ ടോട്ടൽ 8 lakh ആണ്. ഈ 8 lakhൽ നിന്ന് ഡെബിറ്റ് സൈഡിൽ എഴുതിയേക്കണം 60,000 45,000 മൈനസ് ചെയ്യണം. അപ്പൊ 8 lakhൽ നിന്ന് 60,000 45,000 മൈനസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് 6,95,000 കിട്ടും. ഡിവിസിബിൾ പ്രോഫിറ്റ് എങ്ങനെയാ കാണുന്നേ? $8 lakh minus 60,000 minus 45,000 equal to 6,95,000. ഈ 6,95,000നെയാണ് 10%. ഇങ്ങനെയാണ് ഡിവിസിബിൾ പ്രോഫിറ്റ് കാണുന്നത്. ഒന്നും കൂടി ഞാൻ പറയാം. പ്രോഫിറ്റിന്റെ പി ആൻഡ് എൽ അപ്രോപ്രിയേഷന്റെ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക, അതിൽ നിന്ന് ഡെബിറ്റ് സൈഡ് മൈനസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 69 കിട്ടും. അതാണ് നമ്മൾ ടു ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് എന്ന് പറഞ്ഞത്. അപ്പൊ 6,95,000 എത്ര പെർസെന്റേജ് ആണ്? 10% എന്ന് പറയുമ്പോൾ 69,500 വരും. ഇതാണ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷന്റെ ഐറ്റംസ് ഒക്കെ. അപ്പൊ ഫോർമാറ്റ് നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഈ ഫോർമാറ്റിലെ ഐറ്റം ആണ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ എഴുതണ്ടേ. അത് കൂടാതെ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ തന്നു കഴിഞ്ഞാൽ അതൊന്നും നമ്മൾ നോക്കണ്ട. ഇവിടെ ഡ്രോയിങ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് പ്രൊവൈഡ് ചെയ്യാൻ പറയുന്നില്ല. അതുകൊണ്ട് ഡ്രോയിങ്സിനെ നമ്മൾ സ്കിപ്പ് ചെയ്തേക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാലോ? ക്രെഡിറ്റ് സൈഡിന്റെ ടോട്ടൽ 8 lakh, ഡെബിറ്റ് സൈഡിന്റെ ടോട്ടൽ എടുത്തിട്ട് ഡിഫറൻസ് എടുക്കുക. അപ്പൊ ഇവിടെ ഡെബിറ്റ് സൈഡ് ആണ് കുറവ്. ഡെബിറ്റ് സൈഡ് കുറവെന്ന് പറയുമ്പോൾ നമ്മൾ അതിനെന്താ വിളിക്കുക? പ്രോഫിറ്റ് എന്നാ വിളിക്കുക. പ്രോഫിറ്റ് ആർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം? എക്സിനും വൈക്കും കൊടുക്കണം. എക്സ് കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ട് എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഫിക്സഡ് ക്യാപിറ്റലിന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് അക്കൗണ്ട് ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പൊ ബാലൻസിങ് ഫിഗർ വരുന്നത് 6,25,500 ആണ് വരുന്നത്. ഡിഫറൻസ് എന്ന് പറയുന്നത് 6,25,500 ആണ്. ഈ 6,25,500 നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാ? 7:3 ആണ്. അപ്പൊ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എക്സിന് 4,37,815 കിട്ടും. വൈക്ക് 1,87,615 കിട്ടും. അതെങ്ങനെ ചെയ്യണേന്നുള്ളത് പറഞ്ഞുതരാം. എക്സിന്റെ ബാലൻസിങ് ഫിഗർ 6,25,500 ആണെങ്കിൽ എക്സിന്റെ ഷെയർ 7/7:3 എന്ന് പറയുമ്പോൾ 7 + 3 എന്ന് പറയുന്നത് 10 ആണ്. അങ്ങനെയാണ് എക്സിന് 4,37,850 കിട്ടുക. വൈക്ക് 6,25,500 into 3/10 വരും. അപ്പൊ 1,87,650 വരും. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? ഇങ്ങനെയാണെങ്കിൽ എല്ലാവരും ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് നോട്ടിലോട്ട് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിക്കേ, ഇവിടത്തെ നേരത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ ക്വസ്റ്റ്യനിൽ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടെ നെറ്റ് ട്രാൻസ്ഫർ ടു റിസർവ് എന്ന് പറയുന്നത് 10% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണ്. നേരത്തെ ക്വസ്റ്റ്യനിലെ ട്രാൻസ്ഫർ ടു റിസർവ് എന്ന് പറയുന്ന ഡിവിസിബിൾ പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ ജനറൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റിന്റെ പെർസെന്റേജിൽ. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം.
പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റും സാലറിയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനൊന്നും ചേഞ്ച് വരുന്നില്ല. ഓക്കെ, ഇനിയാണെങ്കിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 8 lakh എഴുതാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്ങിനെ കുറിച്ച് മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് നേരെ ഡെബിറ്റ് സൈഡിലോട്ട് പോകാം. വൈക്കാണ് സാലറി കൊടുക്കുന്നത് 5,000 പെർ മന്ത് ആയതുകൊണ്ട് വൈ സാലറി എന്ന് പറഞ്ഞിട്ട് 5,000 into 12 60,000. നെക്സ്റ്റ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യാം. എക്സ് വൈ, എക്സ് കറണ്ട് അക്കൗണ്ട്, വൈ കറണ്ട് അക്കൗണ്ട് 5 lakhന്റെ 5% 25,000 ആൻഡ് 4 lakhന്റെ 5% 20,000. ടോട്ടൽ ചെയ്തപ്പോ 45,000 വന്നു. ഇനി ട്രാൻസ്ഫർ ടു റിസർവ് എന്ന് പറയുന്നത് 10% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണ് പറയുന്നത്. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട് 8 lakh ആണ്. അപ്പൊ ഈ 8 lakhന്റെ 10% നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 80,000 ആണ് ട്രാൻസ്ഫർ ടു റിസർവിലോട്ട് പോകണം. അപ്പൊ 10% ഓഫ് നെറ്റ് പ്രോഫിറ്റും 10% ഓഫ് ഡിവിസിബിൾ പ്രോഫിറ്റും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും ടോട്ടൽ ചെയ്യുക. ഇവിടെ ഡെബിറ്റ് സൈഡിലാണ് ലെസർ എമൗണ്ട്. അപ്പൊ നമുക്ക് എന്തിനു പ്രോഫിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് എക്സിനും വൈക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സ് കറണ്ട് അക്കൗണ്ട്, വൈ കറണ്ട് അക്കൗണ്ട്. ഡിഫറൻസ് വരുന്നത് 6,15,000 ആണ്. എക്സിന്റെ ഷെയർ 4,30,500, വൈയുടെ ഷെയർ 1,84,500. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യന്റെയും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 10% ഓഫ് ഡിവിസിബിൾ പ്രോഫിറ്റും 10% ഓഫ് നെറ്റ് പ്രോഫിറ്റും വന്നാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. പിന്നെ ക്യാപിറ്റലിന്റെ അവിടെ ഫിക്സഡ് മെൻഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റലൊക്കെ എക്സ് ക്യാപിറ്റൽ, വൈ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നതിന് പകരം പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് എന്നാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം എല്ലാവരും. ഇവിടുത്തെ ക്വസ്റ്റ്യനിലെ പാർട്ട്നേഴ്സ് സൗമ്യയും വിമലും ആണ്. അവിടുത്തെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. പിന്നെ ഇവിടെ ക്വസ്റ്റ്യനിൽ ഇവിടത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഫിക്സഡ് മെത്തേഡിലെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ഈ കമ്പനി ഈ പാർട്ട്ണർഷിപ്പ് ഫോളോ ചെയ്തേക്കണേ. ഇവിടെ സാലറി പറയുന്നുണ്ട് 500 പെർ മന്ത്, അത് സൗമ്യക്കാണ് കൊടുക്കുന്നത്. ബിമലിന് കിട്ടുന്നത് കമ്മീഷൻ ആണ് 40,000 പെർ ഇയർ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡ്രോയിങ്സ് രണ്ടുപേരും വിഡ്രോ ചെയ്തിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബിഫോർ ആണ്, എബവ് അഡ്ജസ്റ്റ്മെന്റിന്റെ ബിഫോർ ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ ബിഫോർ ആണ് വേണ്ടത്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ സൗമ്യാസ് ഡ്രോയിങ്ങിന്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ബിമലിന്റെ ഡ്രോയിങ്ങിന്റെ ഇൻട്രസ്റ്റും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഫോമാറ്റ് അറിയാം. ക്രെഡിറ്റ് സൈഡിലെ നെറ്റ് പ്രോഫിറ്റ് ആണ് വേണ്ടത്. നെറ്റ് പ്രോഫിറ്റിന്റെ കണ്ടീഷൻ അവിടെ ഓക്കെ ആണ്, ബിഫോർ ആണ്. 2,49,000 നെറ്റ് പ്രോഫിറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ആണ്. ബൈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് മെൻഷൻ ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ആർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന, ഫസ്റ്റ് സൗമ്യ കറണ്ട് അക്കൗണ്ട്, സെക്കൻഡ് ബിമൽ കറണ്ട് അക്കൗണ്ട്. സൗമ്യയുടെ 750, ബിമലിന്റെ 250, ടോട്ടൽ 1000 ഔട്ടറിലോട്ട് എഴുതി. നെക്സ്റ്റ് നമുക്ക് ഡെബിറ്റ് സൈഡിൽ 2 സാലറി ആണ്
ഫോമാറ്റിലുള്ളത്. സാലറി പ്രൊവൈഡ് ചെയ്യുന്നത് ആർക്കാണ്? സൗമ്യക്കാണ് സാലറി പ്രൊവൈഡ് ചെയ്യുന്നത്. സൗമ്യ. കറണ്ട് എന്ന് പറഞ്ഞിട്ട് 500 into 12 6,000. Then commission ആണ് നെക്സ്റ്റ് ഐറ്റം. ടു കമ്മീഷൻ. കമ്മീഷൻ കൊടുക്കുന്നത് ബിമലിനാണ്. ബിമൽ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കമ്മീഷൻ 40,000. നെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6% ആണ്. ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. സൗമ്യ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്യാപിറ്റൽ കൊടുത്തേക്കണം 1 lakh ആണ്. അപ്പൊ 1 lakhന്റെ 6%, 1 lakhന്റെ 6% എന്ന് പറയുമ്പോ 6,000 ആണ്. സൗമ്യന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ബിമൽ കറണ്ട് അക്കൗണ്ട്. ബിമലിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 80,000 ആണ്. 80,000ന്റെ 6% ആണ് കൊടുക്കുക. 80,000ന്റെ 6% 4,800. ടോട്ടല് 10,800 വരും. നമുക്കിത് ടോട്ടൽ ചെയ്യാം. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ 2,50,000 വരും. ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ 56,800 വരും. അപ്പൊ ലെസർ എമൗണ്ട് ഡെബിറ്റ് സൈഡിലാണ്. പ്രോഫിറ്റ് സൗമ്യക്കും ബിമലിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സൗമ്യ കറണ്ട് അക്കൗണ്ട്, ബിമൽ കറണ്ട് അക്കൗണ്ട്. 2,50,000 നിന്നും 56,800 മൈനസ് ചെയ്ത് കഴിഞ്ഞാല് 1,93,200 ആണ് ഡിഫറൻസ് ആയിട്ട് വരുന്നത്. അത് സൗമ്യക്കും ബിമലിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ സൗമ്യക്ക് 1,50,920, ബിമലിന് 77,280 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. നമുക്കപ്പോ അടുത്ത പ്രോബ്ലത്തിലോട്ട് കടക്കാം. പി ആൻഡ് എൽ അപ്രോപ്രിയേഷന്റെ. ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം നോക്കേണ്ടത് ക്വസ്റ്റ്യനിൽ എന്താണ് പ്രിപ്പയർ ചെയ്യാൻ തന്നിരിക്കുന്നതെന്ന്. പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ ആണ് പ്രിപ്പയർ ചെയ്യാൻ തന്നിരിക്കുന്നത്. ഇവിടെ പ്രിപ്പയർ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പൊ ഉടനെ തന്നെ നമ്മൾ ഫോമാറ്റ് വരയ്ക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. എന്നിട്ട് നമ്മുടെ ഫോമാറ്റ് പ്രകാരം എന്താ പറയണ? ക്രെഡിറ്റ് സൈഡിൽ നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നെറ്റ് പ്രോഫിറ്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 3,56,600 ആണ്. അപ്പൊ നമുക്ക് ക്രെഡിറ്റ് സൈഡിലാണ് അത് എഴുതട്ടെ. ബൈ നെറ്റ് പ്രോഫിറ്റ് 3,56,600. ദെൻ ക്രെഡിറ്റ് സൈഡിൽ വരുന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യണമെന്ന് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്ങിന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോണിയുടെ 2,700. അപ്പൊ നമുക്ക് എഴുതാം ബൈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് സോണിയ 2,700. ചാരുവിന്റെ 1,800. സ്മിത 900. ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് എന്ന് പറയുന്നത്. ഇത് ടോട്ടൽ ചെയ്യാം. അപ്പൊ ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞപ്പോ എത്ര കിട്ടി? 5,400 ഔട്ടറിലോട്ട് എഴുതാം. അത് കഴിഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ വരുന്നതാണ് സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പൊ ഇവിടെ സാലറി പറയുന്നുണ്ട്. സോണിയക്ക് സാലറി 10,000 പെർ മന്ത് ആണ് പറയുന്നത്, സോണിയുടെ സാലറി. അപ്പൊ നമുക്ക് എഴുതാം ടു സാലറി എന്ന് പറഞ്ഞിട്ട് ആർക്കാ പ്രൊവൈഡ് ചെയ്യണേ? സോണിയക്ക് 10,000 പെർ മന്ത് എന്ന് പറയുമ്പോ 1 year 1,20,000 വരും. ചാരുവിന് കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് 50,000. ടു കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ചാരുവിന് 50,000. ഓക്കെ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6% എന്നാ പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6%. ഡെബിറ്റ് സൈഡില് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ
സോണിയയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാ 5 lakhന്റെ 6%. 5 lakhന്റെ 6% എന്ന് പറയുമ്പോൾ 30,000 സോണിയക്ക് വരും. ചാരുവിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 4 lakhന്റെ 6% 24,000 വരും. നെക്സ്റ്റ് സ്മിതയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3 lakhന്റെ 6% 18,000 വരും. ടോട്ടൽ ചെയ്യുമ്പോൾ 72,000 കിട്ടും. ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ആയിട്ടുള്ളത് ട്രാൻസ്ഫർ ടു റിസർവ് ആണ്. അത് ക്വസ്റ്റ്യനിൽ ട്രാൻസ്ഫർ ടു റിസർവിനെ കുറിച്ചിട്ടൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ചെയ്ത് ഇത് ബാലൻസ് ചെയ്യാം. 3,62,000 ആണ് ഗ്രേറ്റർ എമൗണ്ട്, ഇവിടെയാണ് ലെസർ എമൗണ്ട്. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് പറയാം. ടു പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് സ്മിതയ്ക്കും ചാരുവിനും സോണിയയ്ക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. റേഷ്യോ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിലെ റേഷ്യോ എന്ന് പറയുന്നത് 3:2:1 ആണ് റേഷ്യോ. അപ്പൊ ഡിഫറൻസ് വരുന്നത് 1,20,000 ആണ്. അപ്പൊ നമുക്ക് 1,20,000 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. സോണിയക്ക് 1,20,000 ഇൻറ്റു 3/6 കിട്ടും. $1,20,000 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ വന്നെ? സോണിയക്ക് 60,000, ചാരുവിന് 40,000, സ്മിതയ്ക്ക് 20,000 ആയിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ പറയുന്നത് ക്വസ്റ്റ്യൻ പവൻ ആൻഡ് പരുൾ എന്ന് പറയുന്ന പാർട്ട്നേഴ്സിനെ കുറിച്ചിട്ടുള്ളതാണ്. അവിടെയും ഷോ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയണേ. പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറയുന്നത് അവിടെ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാന്നാണ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം. പാർട്ട്നേഴ്സിലെ നമ്മൾ നേരത്തെ എപ്പോഴും ഫോർമാറ്റിൽ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ആദ്യമേ തന്നെ നെറ്റ് പ്രോഫിറ്റ് എവിടെയാണെന്നുള്ളതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ പ്രോഫിറ്റ് ആഫ്റ്റർ പാർട്ട്നേഴ്സ് സാലറി ബിഫോർ കമ്മീഷൻ ടു പാർട്ട്നേഴ്സ് ഫോർ ദ ഇയർ എൻറ്റഡ് വാസ് 5,50,000. ഇവിടെ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ പാർട്ട്നേഴ്സ് സാലറി. ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഫോർമാറ്റിലുള്ള പി ആൻഡ് എൽ അപ്രോപ്രിയേഷനിലുള്ള ഐറ്റത്തിന്റെ ഒക്കെ ബിഫോർ പ്രോഫിറ്റ് ആണ് വേണ്ടത്. അപ്പൊ പാർട്ട്നേഴ്സിന്റെ സാലറി പി ആൻഡ് എൽ അപ്രോപ്രിയേഷനിലുണ്ട്, അതിന്റെ ആഫ്റ്ററാ പറഞ്ഞേക്കണേ. അപ്പൊ ആഫ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ബിഫോറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഏത് ഐറ്റം ആണോ ആ ഐറ്റത്തിന്റെ എമൗണ്ട് ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ സാലറി ആണ് ആഫ്റ്റർ പറഞ്ഞേക്കണം. അപ്പൊ സാലറിയുടെ എമൗണ്ട് എന്ന് പറയുന്നത്, അപ്പൊ ഇവിടെ സാലറി ആയിട്ട് പരുളിനും കൊടുക്കുന്നുണ്ട്, പവനും കൊടുക്കുന്നുണ്ട്. പരുളിന്റെ സാലറി എന്ന് പറയുന്നത് പവന്റെ സാലറി എന്ന് പറയുന്നത് ഇവിടെ പവൻ സാലറി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 30,000 പെർ മന്ത് ആണ്. അപ്പൊ 30,000 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 3,60,000 പവന് സാലറി വരുന്നുണ്ട്. പരുളിന്റെ സാലറി 50,000 പെർ ആനം ആണ്. അപ്പൊ 50,000 വരുന്നുണ്ട്. ടോട്ടൽ ചെയ്യുമ്പോൾ 4,10,000 വരും. ഈ 4,10,000 ആണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആയ 5,50,000 കൂടെ ആഡ് ചെയ്ത് നെറ്റ് പ്രോഫിറ്റിനെ ബിഫോർ ആക്കേണ്ടത്. അപ്പൊ ബൈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം 5,50,000 പ്ലസ് 4,10,000. നെറ്റ് പ്രോഫിറ്റ് 9,60,000 വരും. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായില്ല. അപ്പൊ ഏത് ഐറ്റം ആണ് ആഫ്റ്റർ പറഞ്ഞേക്കണം ആ ഐറ്റത്തിന്റെ എമൗണ്ട് നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്ത് ബിഫോർ നെറ്റ് പ്രോഫിറ്റ് ആക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ആണ് ക്രെഡിറ്റ് സൈഡിൽ എഴുതണേ. ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്ങിനെ കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെബിറ്റ് സൈഡിൽ പോവാം. സാലറി പറയുന്നുണ്ട്, പവന്റെയും പരുളിന്റെയും ഒക്കെ. നമുക്ക് ടു സാലറി എന്ന് പറഞ്ഞിട്ട്
പവന്റെ സാലറി 3,60,000. പരുളുടെ സാലറി 50,000. ഓക്കെ, സാലറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നത് കമ്മീഷനെ കുറിച്ചിട്ടാണ്. ക്വസ്റ്റ്യനിൽ കമ്മീഷൻ പറയുന്നത് രണ്ട് തരത്തിലെ കമ്മീഷൻ ഇവിടെ പറയുന്നുണ്ട്. Parul is to get a salary of 50,000 per annum and a commission of 8% of net profit after charging all such commission. പരുളിനെ കമ്മീഷൻ 8% ആണ് നെറ്റ് പ്രോഫിറ്റിന്റെ. ഇവിടെ ഒരു ആഫ്റ്റർ ചാർജിങ് പറയുന്നുണ്ട്, ആഫ്റ്റർ ചാർജിങ്. നെക്സ്റ്റ് ഇവിടെ പവനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പവന് കമ്മീഷൻ 10% ഓഫ് നെറ്റ് പ്രോഫിറ്റ്, അത് ബിഫോർ ചാർജിങ് ആണ്. പവന് ബിഫോർ ചാർജിങ്ങും പരുളിനെ ആഫ്റ്റർ ചാർജിങ്ങും ആണ് കമ്മീഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കമ്മീഷൻ കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് ബിഫോർ ചാർജിങ്ങിനും ആഫ്റ്റർ ചാർജിങ്ങിനും. എങ്ങനെയാണ് ബിഫോർ ചാർജിങ്ങിനും ആഫ്റ്റർ ചാർജിങ്ങിനും കമ്മീഷൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിഫോർ ചാർജിങ് ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് into rate by 100. ആഫ്റ്റർ ചാർജിങ് ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് into rate by 100 plus rate. അപ്പൊ ഇവിടെ പവന്റെ കമ്മീഷൻ ബിഫോർ ആണ്. അപ്പൊ നമുക്ക് പവന്റെ കമ്മീഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. പവന്റെ കമ്മീഷൻ വരുന്ന 10% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് ആണ്. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 9,60,000. 9,60,000ന്റെ 10% റേറ്റ് ബൈ 100. അപ്പൊ 10/100. $96,000. ഇനി നമുക്ക് പരുളിന്റെ കമ്മീഷൻ കാണാം. പരുളിന്റെ കമ്മീഷൻ ഇവിടെ പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് 8% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് ഓൾ കമ്മീഷൻ. എല്ലാ കമ്മീഷനും കൊടുത്തു കഴിഞ്ഞിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിന്റെ 8% ആണ്. അങ്ങനെയാണെങ്കിൽ 9,60,000 ആണ് നമ്മളുടെ പ്രോഫിറ്റ്. അതിൽ നിന്ന് പവന് കമ്മീഷൻ 96,000 മൈനസ് ചെയ്തിട്ട് ഇൻറ്റു റേറ്റ് ബൈ 100 പ്ലസ് റേറ്റ്. അപ്പോൾ 100 പ്ലസ് 8 108 വരും. അതിന്റെ ആൻസർ വരുന്നത് 64,000. ഇപ്പൊ പവന്റെയും പരുളിന്റെയും കമ്മീഷൻ കിട്ടി. പവന്റെ 96,000ഉം പരുളിന്റെ 64,000ഉം. ഓക്കെ, നമുക്ക് പോസ്റ്റ് ചെയ്യാം. ടു കമ്മീഷൻ പവൻ 96,000, പരുൾ 64,000. ഓക്കെ, ഇവിടെ കമ്മീഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ബാലൻസ് ചെയ്യാം. അപ്പൊ ഇത് ബാലൻസ് ചെയ്യുമ്പോൾ 9,60,000 ആണ് ഗ്രേറ്റർ എമൗണ്ട്. ക്രെഡിറ്റ് സൈഡ് ആണ് ഗ്രേറ്റർ സൈഡ്. 9,60,000 ടു സൈഡ് എഴുതി. ഡെബിറ്റ് സൈഡിൽ ആണ് ലെസർ എമൗണ്ട് വരുന്നത്. പ്രോഫിറ്റ് ആണ്. അപ്പൊ പ്രോഫിറ്റ് നമ്മൾ ഇവിടെ റേഷ്യോ ക്വസ്റ്റ്യനിൽ പറയുന്നത്, ക്വസ്റ്റ്യനിൽ റേഷ്യോനെ കുറിച്ചിട്ട് ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. അപ്പൊ പാർട്ട്ണർഷിപ്പ് ഡീഡ് റേഷ്യോ ഇല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറയുന്നത് മസ്റ്റ് ബി ഷെയർഡ് ഈക്വലി ആണ്. അങ്ങനെയാണെങ്കിൽ 3,90,000 ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്തു 1,95,000 വെച്ചിട്ട്. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണു. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് കമ്മീഷൻ ഉണ്ട്, ആഫ്റ്റർ ചാർജിങ് കമ്മീഷൻ ഉണ്ട്. അതിന്റെ ഇക്വേഷൻസും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. ഇതാണ് ബിഫോർ ചാർജിങ്ങും ആഫ്റ്റർ ചാർജിങ്ങും. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷന്റെ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഇവിടെ ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു ഫേമിന് അഡിക്വേറ്റ് പ്രോഫിറ്റ് ഉണ്ടാവില്ല, സഫീഷ്യന്റ് പ്രോഫിറ്റ് ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യണത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പഠിക്കാൻ പോണേ. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ആൻഡ് ബി ഹാവ് ക്യാപിറ്റൽസ് ഓഫ് 4 lakh and 2 lakh respectively, and interest on capital is to be allowed at 6% per annum. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്കും ബിക്കും പറയുന്ന 6% ആണ്. പ്രോഫിറ്റ് ഷെയറിംഗ് തന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 30,000 ആണ്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാം. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഫോർമാറ്റ് ഇതാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രെഡിറ്റ് സൈഡിൽ. നമുക്ക് ഫോർമാറ്റ് അറിയാം, നെറ്റ് പ്രോഫിറ്റ് ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റ് പറയുന്നത് 30,000 ആണ് ക്വസ്റ്റ്യനിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് 30,000 കൊടുത്തു. എന്നിട്ട് പിന്നെ പറയുന്നത് ആകെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മാത്രമേ പറയുന്നുള്ളൂ, എക്കും ബിക്കും. ഓക്കെ, നമുക്ക് ഡെബിറ്റ് സൈഡിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ പൊസിഷൻ. ഓക്കെ, നമുക്ക് ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എ 4 lakhന്റെ 6% എന്ന് പറയുമ്പോൾ എ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് കൊടുത്തിട്ട് 4 lakhന്റെ 6% 24,000. ബി ക്യാപിറ്റൽ അക്കൗണ്ട് 2 lakhന്റെ 6% 12,000. ഇപ്പൊ ടോട്ടൽ ചെയ്യുമ്പോൾ 36,000 വരും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇവിടെ നോക്കിക്കേ, നമ്മുടെ കയ്യിലുള്ള സഫീഷ്യന്റ് പ്രോഫിറ്റ് 30,000 ഉള്ളൂ, പക്ഷെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യാൻ 36,000 വേണം. നമ്മുടെ കയ്യിൽ സഫീഷ്യന്റ് ഫണ്ട് ഇല്ല, നമ്മുടെ കയ്യിൽ സഫീഷ്യന്റ് പ്രോഫിറ്റ് ഇല്ല. അപ്പൊ നമുക്ക് 36,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്യണേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ റേഷ്യോ എടുക്കും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ റേഷ്യോ എടുക്കുമ്പോൾ സപ്പോസ് എ ഈസ് ടു ബി ആണ് ഇവിടെയെങ്കിൽ എയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 24,000, ബിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 12,000. ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാം. റേഷ്യോ എങ്ങനെ റെഡ്യൂസ് ചെയ്യണേ? ഇവിടെ കോമൺ 3 zeros ഉണ്ട്, ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ 24:12. ഇത് 12ന്റെ ടേബിളിൽ രണ്ടും കോമൺ ആയിട്ട് പോകും. ഇത് 2 times 12 1 time. അപ്പൊ റേഷ്യോ എന്തെന്ന് 2:1. അപ്പൊ നമ്മള് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പ്രോഫിറ്റ് ആയ 30,000 2:1 നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ എങ്ങനെ വരും? 2:1 30,000 ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പൊ ഏടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാ വരിക? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈക്വൽ ടു 30,000. എ ഈസ് ടു ബിയുടെ നമ്മൾ റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്തത് 2:1. 30,000 ഇൻറ്റു 2/3 എക്ക് വരും. എത്ര വരും? 20,000 വരും. ബിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ വരും? 30,000 ഇൻറ്റു 1/3 10,000 വരും. ഇനിയാണെങ്കിൽ നമ്മളിവിടെ 20,000 എക്കും ബിക്ക് 10,000 ഇട്ട് ഔട്ടറിൽ 30,000 ഇട്ട് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യും. ഇതാണ് സഫിഷ്യന്റ് ഫണ്ട് പ്രോഫിറ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യാനില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത്. നോർമലി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുക, അതിന്റെ റേഷ്യോസ് എടുക്കുക. ആ റേഷ്യോസിൽ നമ്മളുടെ കയ്യിലുള്ള സഫിഷ്യന്റ് ഫണ്ട് എടുത്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് IOC കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷന്റെ അക്കൗണ്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത് അതുൽ ആൻഡ് ഭാസ്കർ are partners sharing profit in the ratio 2:3. Their capitals were 4 lakh and 2 lakh respectively. Interest is to be allowed on capitals at the rate 6% per annum, whether the firm earn profit or incur loss. Profit before allowing interest on capital is 30,000. Prepare profit and loss appropriation account. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനില് ഇവിടെയും ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് നേരത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാല് ഈ ക്വസ്റ്റ്യനില് ഇവിടെ പറയുന്ന എന്ന് പറയുന്നത് whether the firm earn profit or incur loss.
ഈ ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് നേരത്തെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെയാണ്. ആ ക്വസ്റ്റ്യനിൽ നിന്ന് വ്യത്യാസം ഈ ഒരു സെന്റൻസ് ആണ്. ഇപ്പൊ നെറ്റ് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ എഴുതി എത്രയാണ് 30,000. ഡെബിറ്റ് സൈഡിൽ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തിട്ട് അതുൽ ക്യാപിറ്റൽ അക്കൗണ്ട് 4 lakhന്റെ 6% 24,000. ഭാസ്കർ ക്യാപിറ്റൽ അക്കൗണ്ട് 2 lakhന്റെ 6% 12,000. ടോട്ടൽ 36,000 വന്നു. എന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്യുക. ഈ ഒരു സെന്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഡെബിറ്റ് സൈഡ് 36ഉം ക്രെഡിറ്റ് സൈഡ് 30 ആണ്. നമുക്ക് ലോസ് ആണ് വരിക. ക്രെഡിറ്റ് സൈഡ് ഡിഫറൻസ് കുറവാണ്. സോറി, ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ കുറവാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ലോസ് വരും. അപ്പൊ ലോസിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ബൈ നെറ്റ് ലോസ് ആർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? അതുൽ ക്യാപിറ്റൽ അക്കൗണ്ട്, ഭാസ്കർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇങ്ങനെയാണ് ലോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത്. എമൗണ്ട് വരുന്നത് 6,000 ആണ്. 36,000 നിന്ന് 30,000 മൈനസ് ചെയ്യുമ്പോൾ 6,000 വരും. ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന റേഷ്യോ 2:3. റേഷ്യോ എന്ന് പറയുന്നത് 2:3 ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അതുലിന് 2,400 കിട്ടും. ഭാസ്കറിന് 3,600 കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സെന്റൻസ് വരുമ്പോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ വെദർ ദ ഫേം ഏൺ പ്രോഫിറ്റ് ഓർ ഇൻകർ ലോസ്, ഇങ്ങനെ ഒരു സെന്റൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെയുള്ള പാറ്റേൺ. ക്വസ്റ്റ്യനിലും പറയുന്നത് അരുൺ ആൻഡ് ബറൂൺ വർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ 5:3. ഇവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 5:3 ആണ്. ഫിക്സഡ് ക്യാപിറ്റൽ അരുണിന്റെ വരുന്നത് 6 lakhും ബറൂണിന്റെ 8 lakhും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് 12% ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് പ്രൊവൈഡ് ചെയ്യുന്നത് 15% ആണ്. നെറ്റ് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 1,26,000. എന്നിട്ട് ഡ്രോയിങ്സിന്റെ എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുകയാണ് പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഒരു സെന്റൻസ് ഉണ്ട്, ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ടു ബി അലൗഡ് ഇവൺ ഇഫ് ഫേം ഒക്കർ ലോസ്. ഫേം ലോസ് ആണ് ഒക്കർ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത സെന്റൻസ് തന്നെയാണ്. ഫേം ലോസ് ആണ് ഒക്കർ ചെയ്യുന്നതെങ്കിലും അവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ക്രെഡിറ്റ് സൈഡില് നെറ്റ് പ്രോഫിറ്റ് എത്ര? നെറ്റ് പ്രോഫിറ്റ് 1,26,000. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിൽ പിന്നെ നമ്മൾ എഴുതുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ആണ്. ഓക്കെ, നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് എഴുതാം. അരുൺ ഫിക്സഡ് ക്യാപിറ്റൽ എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ അരുൺ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നല്ല പറയുന്നത്, അരുൺ കറണ്ട് അക്കൗണ്ട് എന്നാ പറയുന്നത്. അതായത് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ 2 മെത്തേഡ്സ് ഉണ്ട്, ഫിക്സഡ് മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ എന്നാൽ ഇവിടെ ഫേം ഫോളോ ചെയ്യുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ്. അപ്പൊ കറണ്ട് അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടത്. എന്നിട്ട് അരുണിന്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ഫൈൻഡ് ഔട്ട് ചെയ്യണേ? ഇവിടെ ഡ്രോയിങ്സ് എത്ര പറയുന്നത്? 20,000. എത്ര പെർസെന്റേജ്? 50%. അങ്ങനെയാണെങ്കിൽ 20,000 into 15/100 into ഇവിടെ ഡ്യൂറിംഗ് ദ ഇയർ ആണ്. ഡ്രോയിങ്സ് ബൈ അരുൺ അവർ 20,000 ആൻഡ് ബൈ ബരുൺ 40,000 ഡ്യൂറിംഗ് ദ ഇയർ. ഈ ഡ്യൂറിംഗ് ദ ഇയർ പറയുമ്പോൾ നമ്മൾ ആവറേജ് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 6/12 ചെയ്യണം. അപ്പോൾ 1,500 കിട്ടും അരുണിന്റെ. ബരുൺ കറണ്ട് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ബരുൺ വിഡ്രോ ചെയ്ത് എത്ര? 40,000.
40,000 into 15 by 100 into average 6 by 12. ഇപ്പോൾ 3,000 വരും. ഡ്യൂറിങ് ദ ഇയർ പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, നമ്മൾ ഡ്യൂറിങ് ദ ഇയർ ചെയ്യുമ്പോൾ വെറുതെ പെർസെൻറ്റേജ് മാത്രം എഴുതി നിൽക്കരുത്. ഇൻറ്റു 6/12 കൂടി അവിടെ എഴുതണം കാൽക്കുലേഷനിൽ. ഓക്കെ, ക്രെഡിറ്റ് സൈഡ് കഴിഞ്ഞു. ഇന്ന് നമുക്ക് ഡെബിറ്റ് സൈഡിലോട്ട് പോകാം. ഡെബിറ്റ് സൈഡിൽ നമ്മൾ സാലറി കമ്മീഷൻ ഒന്നും ക്വസ്റ്റ്യനിലില്ല. നമ്മൾക്ക് എന്തുള്ളൂ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണുള്ളത്. എത്ര പെർസെൻറ്റേജ് ആണ്? 12%. ഓക്കെ, നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യാം. അരുൺ കറണ്ട് അക്കൗണ്ട് എന്ന് കൊടുക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 72,000 ആണ് അരുണിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. വരുണിന്റെ 8 lakhന്റെ ആണ്. $96,000. $1,68,000 ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നമുക്ക് ഇനി ബാലൻസ് ചെയ്യാം. ഡെബിറ്റ് സൈഡ് ടോട്ടൽ 1,68,000 ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ 1,30,500 ആണ്. അപ്പോൾ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് ലെസർ എമൗണ്ട് ആയതുകൊണ്ട് നമുക്ക് അതിനെ ലോസ് ആക്കി കൺസിഡർ ചെയ്യാം. അപ്പോൾ ബൈ ലോസ് ആർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ? അരുൺ കറണ്ട് അക്കൗണ്ട്, വരുൺ കറണ്ട് അക്കൗണ്ട്. ലോസ് ആയിട്ട് വരുന്നത് 1,68,000 മൈനസ് 1,30,500. ലോസ് ആയിട്ട് വരുന്നത് 1,68,000 മൈനസ് 1,30,500. അപ്പോൾ വരുന്ന ബാലൻസ് എന്ന് പറയുന്നത് 37,500 ആണ്. അത് നമുക്ക് 5:3 റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ 37,500 5:3 എന്ന് പറയുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അരുണിന് 37,500 ഇൻറ്റു 5/8 വരുണിന് 37,500 ഇൻറ്റു 3/8 ആണ്. ഓക്കെ, ടോട്ടൽ ചെയ്യാം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എക്സാമിന് വരാൻ സാധ്യതയുള്ള എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ എല്ലാവരും നോട്ട്ബുക്കിലോട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസ് എഴുതി തന്നെ ആൻസർ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.